ലോകത്തിലെ ഏറ്റവും വലിയ ആണവ രാക്ഷസൻ, ഭൂമിയെ പലതവണ നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യയുടെ ആണവ ശക്തിയുടെ യഥാർത്ഥ കഥയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ കഥയറിയാൻ പൂർണ്ണമായി ഈ വീഡിയോ കാണുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഭയാനകരമായ സൈനിക ശക്തിയെക്കുറിച്ചാണ്. ഒരു രാജ്യം, ഒരു ആണവ ശേഖരം, ഒരു ബട്ടൺ അമർത്തിയാൽ മനുഷ്യ നാഗരികതയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വിനാശ ശക്തി. അത് മറ്റാരുമല്ല, വ്ളാഡിമിർ പുടിന്റെ റഷ്യ തന്നെയാണ്. ലോകത്തിന് ഏകദേശം 12,000-ലധികം ആണവ വാർഹെഡുകൾ ഉണ്ട് എന്നാണ് വിവിധ അന്താരാഷ്ട്ര പഠന സ്ഥാപനങ്ങളുടെ കണക്ക്. അതിൽ പകുതിയോളം വാർഹെഡുകൾ കൈവശം വെക്കുന്ന 2 രാജ്യങ്ങളാണുള്ളത്. ഒന്ന് അമേരിക്കയും രണ്ടാമത്തെ രാഷ്ട്രം റഷ്യയുമാണ്. എന്നാൽ ആകെ ശേഖരത്തിന്റെ കാര്യത്തിൽ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തി എന്ന് പറയുന്നത് റഷ്യയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സാമ്പത്തികമായും രാഷ്ട്രീയപരമായും സൈനികമായും നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് എങ്കിലും ഒരു മേഖലയിൽ റഷ്യ ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല. അത് ആണവ ആയുധങ്ങളുടെ കാര്യത്തിലാണ്. ഇന്ന് റഷ്യയുടെ കൈവശം ഏകദേശം 5500 മുതൽ 6000 വരെ ആണവ വാർഹെഡുകൾ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൽ ആയിരക്കണക്കിന് വാർഹെഡുകൾ സംഭരണ കേന്ദ്രങ്ങളിലാണ് എങ്കിലും നൂറുകണക്കിന് മിസൈലുകളിലും ബോംബറുകളിലും അന്തർവാഹിനികളിലും സജ്ജീകരിച്ച നിലയിൽ ആയിരക്കണക്കിന് ആണവ വാർഹെഡുകൾ ഏത് നിമിഷവും ഉപയോഗിക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുമുള്ളത്. ലളിതമായി പറഞ്ഞാൽ ലോകം ഇതുവരെ നിർമ്മിച്ച ഏറ്റവും വലിയ വിനാശശേഷിയുള്ള ആയുധ ശേഖരങ്ങളിൽ ഒന്നാണ് റഷ്യയുടെ കൈവശമുള്ളത്. അതുകൊണ്ട് തന്നെ റഷ്യയെ എല്ലാ രാജ്യങ്ങളും ഭയപ്പെടേണ്ടതുണ്ട്. പക്ഷേ റഷ്യയുടെ ശക്തി വെറും ആണവ ബോംബുകളുടെ എണ്ണത്തിൽ മാത്രമല്ല. ആ ബോംബുകൾ ഭൂമിയിലെ ഏത് ഭാഗത്തും എത്തിക്കാനുള്ള സംവിധാനങ്ങളിലാണ് റഷ്യയുടെ യഥാർത്ഥ കരുത്ത് ഒളിഞ്ഞിരിക്കുന്നത്. ഒരു രാജ്യം ആണവ ശക്തിയാകുന്നത് ആണവ ബോംബ് ഉണ്ടാക്കിയത് കൊണ്ടൊന്നുമല്ല. ആ ബോംബ് ലോകത്തിന്റെ മറുവശത്തുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ ആണവ ശക്തിയായി ആ രാജ്യം മാറുന്നത്. അവിടെയാണ് റഷ്യ ലോകം മുഴുവൻ ഭയപ്പെടുന്ന ഒരു വൻ ശക്തിയായി മാറുന്നത്. ആണവ യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് ന്യൂക്ലിയർ ട്രയാഡ്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും ഒരേപോലെ ആണവ ആക്രമണം നടത്താനുള്ള കഴിവിനെയാണ് ന്യൂക്ലിയർ ട്രയാഡ് എന്ന് വിളിക്കുന്നത്. ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ കഴിവ് നിലവിലുള്ളത്. റഷ്യ അതിൽ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നാണ് എന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. ആദ്യം കരയിലെ ആണവ ശക്തിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. റഷ്യയുടെ കൈവശമുള്ള ഏറ്റവും ഭീകരമായ ആയുധങ്ങളിൽ ഒന്നാണ് RS-28 സർമാത് എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ. പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ സാത്താൻ 2 എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പേര് ലഭിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം ഈ മിസൈലിന് ഒരേ സമയം നിരവധി ആണവ വാർഹെഡുകൾ വഹിക്കാൻ സാധിക്കും. ഒരു മിസൈൽ മാത്രം ഉപയോഗിച്ച് നിരവധി നഗരങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ശേഷിയാണ് ഇതിനുള്ളത്. ഏകദേശം 18,000 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈൽ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഏതൊരു ലക്ഷ്യസ്ഥാനത്തെയും എത്താൻ ശേഷിയുള്ളത് തന്നെയാണ്. എന്നാൽ അതിലും ഏറെ ഭയാനകരമായ കാര്യം മറ്റൊന്നാണ്. ഈ മിസൈലുകൾ നിലവിലുള്ള പല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് ഒരിക്കൽ വിക്ഷേപിച്ചാൽ തടയുക എന്നത് അതീവ ദുഷ്കരമാണ്. ഇനി നമുക്ക് കടലിലേക്ക് പോകാം. പല സൈനിക വിദഗ്ധരും പറയുന്നത് റഷ്യയുടെ യഥാർത്ഥ ആണവ സുരക്ഷ സമുദ്രത്തിന്റെ അടിയിലാണ് എന്നതാണ്. റഷ്യയുടെ ബോറി ക്ലാസ് ആണവ അന്തർവാഹിനികൾ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ആയുധ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. മാസങ്ങളോളം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒളിഞ്ഞുകിടക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഇത് തന്നെയാണ് ഇവയെ വളരെ വ്യത്യസ്തമാക്കുന്നത്. ഓരോ അന്തർവാഹിനിയിലും നിരവധി ആണവ മിസൈലുകൾ വഹിക്കാനും ഇവയ്ക്ക് സാധിക്കും. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ശത്രു രാജ്യം റഷ്യയുടെ കരസേനയെയും വ്യോമസേനയും തകർത്തേക്കാം. പക്ഷെ സമുദ്രത്തിന്റെ അടിയിലുള്ള ഈ അന്തർവാഹിനികളെ കണ്ടെത്തുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇവയെ ഡോസ് ഡേ ഇൻഷുറൻസ് എന്ന് പോലും ചിലർ വിശേഷിപ്പിക്കുന്നത്. റഷ്യ പൂർണ്ണമായും ആക്രമിക്കപ്പെട്ടാലും തിരിച്ചടിക്കാൻ കഴിയുമെന്ന ഉറപ്പാണ് ഇവ നൽകുന്നത്. ആകാശത്തും റഷ്യ അതിശക്തൻ തന്നെയാണ്. Tu-95B, Tu-160 ബ്ലാക്ക് ഷാക്ക് എന്നീ സ്ട്രാറ്റജിക് ബോംബറുകൾ പതിറ്റാണ്ടുകളായി റഷ്യയുടെ ആണവ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് Tu-160 ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർസോണിക് ബോംബുകളിൽ ഒന്നാണ്. ആണവ മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും വഹിച്ച് ഭൂഖണ്ഡങ്ങൾ കടന്ന് ആക്രമണം നടത്താൻ ഇവയ്ക്ക് അനായാസം സാധിക്കും. എന്നാൽ റഷ്യയെ ലോകം കൂടുതൽ ഭയപ്പെടാൻ തുടങ്ങിയത് മറ്റൊരു കാരണം കൊണ്ടാണ്. അത് ഹൈപ്പർസോണിക് ആയുധങ്ങളാണ്. 2018 പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ തലമുറ ആണവ ആയുധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് അവൻഗാർഡ് എന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനം തന്നെയാണ്. ശബ്ദത്തിന്റെ വേഗതയുടെ 20 മുതൽ 27 മടങ്ങ് വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ആയുധം നിലവിലെ മിക്ക പ്രതിരോധ സംവിധാനങ്ങൾക്കും ഒരു വലിയ വെല്ലുവിളിയാണ് ഒരുക്കുന്നത്. കാരണം പരമ്പരാഗത മിസൈലുകളെ പോലെ നേരെ സഞ്ചരിക്കാതെ ദിശമാറ്റങ്ങൾ വരുത്തി ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഇതിന് സാധിക്കും. ഇതിനു പുറമെ കിൻസാൽ എന്ന ഹൈപ്പർസോണിക് മിസൈലും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധകാലത്ത് പലതവണ ഈ മിസൈലുകൾ ഉപയോഗിച്ചുവെന്ന് റഷ്യ അവകാശപ്പെട്ടു. ഈ ആയുധങ്ങളുടെ ലക്ഷ്യം വെറും ആക്രമണം മാത്രമല്ല,
റഷ്യയുടെ സാങ്കേതിക മേൽക്കോയ്മ ലോകത്തെ കാണിക്കുക എന്നുകൂടിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ റഷ്യയുടെ ഏറ്റവും വിചിത്രവും ഭീകരവുമായ ആയുധം മറ്റൊന്നാണ്. പോസിഡോൺ എന്ന ആണവ ഡ്രോൺ ടോർപിഡോ. ഇതൊരു സാധാരണ ടോർപിഡോ അല്ല. സമുദ്രത്തിനടിയിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സ്വയം നിയന്ത്രിത ആണവ വാഹനമാണിത്. ചില സൈനിക പഠനങ്ങൾ പ്രകാരം വലിയ തീരനഗരങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ശേഷിയുള്ള വാർഹെഡുകൾ ഇത് വഹിച്ചേക്കാം. ന്യൂയോർക്ക്, ലോസ് ആഞ്ചൽസ്, ലണ്ടൻ പോലുള്ള നഗരങ്ങൾ പോലും ഇത്തരം ആയുധങ്ങളുടെ സാധ്യതാ ലക്ഷ്യങ്ങളായി പലപ്പോഴും പരാമർശിക്കപ്പെടാറുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം ഉയരും. ഇത്രയും വലിയ ആണവ ശേഖരമുള്ള റഷ്യക്ക് ലോകത്തെ കീഴടക്കാൻ അനായാസം സാധിക്കില്ലേ എന്ന്? ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. കാരണം ആണവായുധങ്ങളുടെ ലക്ഷ്യം യുദ്ധം ജയിക്കുക എന്നതല്ല, യുദ്ധം ഉണ്ടാകാതെ നോക്കുക എന്നതാണ് ആണവായുധങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിച്ച ഏറ്റവും വലിയ ആശയമാണ് മ്യൂച്വലി അഷ്വർഡ് ഡിസ്ട്രക്ഷൻ അഥവാ MAD സിദ്ധാന്തം. അതായത് ഒരു രാജ്യം ആണവാക്രമണം നടത്തിയാൽ മറ്റേ രാജ്യം തിരിച്ചടിക്കും, ഒടുവിൽ ഇരുപക്ഷവും നശിച്ചു പോകും. അതുകൊണ്ട് ആദ്യം ആക്രമിക്കാൻ ആരും ധൈര്യപ്പെടില്ല. ഇതാണ് കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ലോകത്തെ ഒരു ആണവ മഹായുദ്ധത്തിൽ നിന്ന് രക്ഷിച്ച പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ ഇന്നത്തെ സ്ഥിതി കൂടുതൽ സങ്കീർണമാണ് എന്ന് പറയാതെ വയ്യ. റഷ്യ ഉക്രൈൻ യുദ്ധം, നാറ്റോയുടെ വ്യാപനം, യൂറോപ്പിലെ വർദ്ധിച്ച സൈനിക സാന്നിധ്യം, അമേരിക്കയും റഷ്യയും തമ്മിലുള്ള വിശ്വാസക്കുറവ്, അവർ തമ്മിലുള്ള വൈരാഗ്യം, ഇതെല്ലാം ആണവ സംഘർഷ സാധ്യതകളെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ആണവ ശേഖരം വെറും സൈനിക വാർത്ത മാത്രമായിട്ട് നമ്മൾ കാണരുത്. അത് മനുഷ്യരാശിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അവസാനം ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. റഷ്യയുടെ കൈവശമുള്ള ആണവായുധങ്ങൾ ഭൂമിയെ പലതവണ നശിപ്പിക്കാൻ ശേഷിയുള്ളവയായിരിക്കാം. എന്നാൽ അതേസമയം ലോകം സമാധാനത്തോടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പും അവ തന്നെയാണ്. കാരണം ഒരു ആണവ യുദ്ധത്തിൽ വിജയികൾ ഉണ്ടാകില്ല, പരാജിതരും ഉണ്ടാകില്ല. ബാക്കി വരുന്നത് ജനങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടും മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇനി ഒരിക്കലും ആണവ യുദ്ധങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് തന്നെയായാലും കമന്റ് ബോക്സ് ചെയ്തുമല്ലോ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.